ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ചൂടായതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ സവോളയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ പൊടികൾ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇതിപ്പം പൊടികൾ ആ പച്ചച്ചുവെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ജാറിലേക്ക് 250 കപ്പിന് 1 കപ്പ് മൈദപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്കിനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് അടിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ബാറ്റർ ഒരുപാടങ്ങ് ലൂസായിട്ടുമില്ല എന്നാൽ ഒരുപാടങ്ങ് കട്ടിയായിട്ടുമില്ല. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരുപാടങ്ങ് മൊരിഞ്ഞു പോവണ്ട. ഇതുപോലെ ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും അങ്ങ് ചുട്ടെടുക്കാം. പാൻ ചൂടായതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കണം. ഇതുപോലെ വരഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ അങ്ങ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ അറ്റത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്കിതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ മൈദപ്പശ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് മടക്കി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിപ്പം ഞാൻ ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഓരോന്നെടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് വരഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് ഫില്ലിങ് ഇതുപോലെ ഒരു സൈഡിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ മൈദ കലക്കിയെടുത്തത് ഇതുപോലെ ആക്കി കൊടുക്കാവുന്നതാണ്.
ഇതുപോലെ മൈദപ്പശ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് മടക്കി ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ഓരോന്നും നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് മൊരിയിപ്പിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒരു സൈഡ് റെഡിയായി കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാതും നമുക്ക് തിരിച്ചിട്ടിട്ടും ഒന്ന് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.